ഇന്നലെ രാത്രി തന്നെ ഓർത്തുനിന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം മാത്രമേ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അവരെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് ഒരു 8:30 ആകുമ്പോഴാണ് ഞാൻ പോകുന്നത്. ഇന്ന് തിങ്കളാഴ്ചയല്ലേ. ചില തിങ്കളാഴ്ചയൊക്കെ ഞാൻ അമ്പലത്തിൽ പോകും. എല്ലാ തിങ്കളാഴ്ചയൊന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. വല്ലപ്പോഴും പറ്റുന്ന തിങ്കളാഴ്ചയൊക്കെ ഞാൻ പോകും. അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. പക്ഷേ നമുക്കൊന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല. എനിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കത്തില്ല. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ വഴിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ചേച്ചി എനിക്ക് കൂട്ടിന് കിട്ടി. ചേച്ചിയൊക്കെ ആയിട്ട് സംസാരിച്ചാണ് ഞാൻ അമ്പലത്തിലോട്ട് പോയത്. അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അധികം ഒന്നും പോകണ്ട. ഒരു 2-3 സ്റ്റെപ്പും കൂടെ എടുത്ത അമ്പലമായി. അത് അത്ര അടുത്തായിട്ട് പോലും എനിക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ എണ്ണയൊക്കെ മേടിച്ച് അമ്പലത്തിന് അകത്ത് തൊഴാൻ വേണ്ടി കയറിയേ. തൊഴുത് ഇറങ്ങിയപ്പോൾ ചേച്ചിയെ കണ്ടില്ല. പിന്നെ ഞാൻ പ്രസാദമൊക്കെ മേടിച്ച് തിരിച്ചിങ്ങ് പോന്നു. നമ്മുടെ ഇവിടെ ഒരു പൂവമ്പഴം തേച്ച് കിട്ടി. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചെനിക്ക് പൂവമ്പഴം തേച്ചതും കൂടെ തന്നേ. പ്രസാദവും പൂവമ്പഴവും ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് നടന്ന് പോരുന്നത്. നല്ല വെയിലാണ്. താമസിച്ച് പോയതുകൊണ്ട് നല്ല വെയിലും കൊണ്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്.